ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് ഞാൻ തമ്പനയിൽ കണ്ട പോലെ ഒരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയുടെ വ്ളോഗാണ്. പാർട്ടിയല്ല, ചെറിയൊരു ട്രീറ്റ്. ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു February 4th. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ട്രീറ്റാണ്. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ലുലുവിലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ഞാൻ മാമിനോട് ചോദിച്ചിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ പോവുകയാണ്. ബായ്. നമുക്ക് മെട്രോയിൽ കയറിയിട്ട് മെട്രോയുടെ കാഴ്ചകളും ലുലുവിലെത്തിയിട്ട് ലുലുവിൽ ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ അവിടുത്തെ കുറച്ച് നേരത്തെ ടൈം സ്പെൻഡ് ചെയ്യണതും കാണിക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ട്, എൻ്റെ പോളിയിൽ പഠിച്ച ഫ്രണ്ടാണ്. അപ്പോൾ അവളെ ഞാൻ ഒരു 1 ഇയറിൻ്റെ അടുത്തായി കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മെട്രോയിൽ കയറാൻ പോവാം. അപ്പോൾ എന്തായാലും ഞാനൊന്നില്ലേ ഇവിടുന്ന് കടവന്ത്രയെന്നായിരിക്കും അല്ലെങ്കിൽ സൗത്ത് ആയിരിക്കും പോണത്. സൗത്ത് പോകാം ഗൈസ്. അതാകുമ്പോൾ കുറച്ചും കൂടെ പൈസ കുറവാണ്. ഇവിടുന്ന് ആകുമ്പോൾ നമ്മൾ 30 രൂപയ്ക്കോ 40 രൂപയ്ക്ക് എടുക്കേണ്ടി വരും ഗൈസ്. അവിടെ നിന്നാണെങ്കിൽ നമുക്ക് 30 രൂപയ്ക്ക് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് സൗത്തിൽ പോവാം. അപ്പോൾ ബാ. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് സൗത്തിലോട്ട് പോവാം. അവിടെ നിന്ന് മെട്രോ കയറാം. മെട്രോ വേണേൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, അല്ലാതെ ഓഫ്ലൈനായിട്ടും ബുക്ക് ചെയ്യാം. ഓഫ്ലൈൻ അവിടെ പോയി എടുക്കാൻ പറ്റും ഗൈസ്. ഞാനെന്തായാലും ഓൺലൈനായിരിക്കും എടുക്കുന്ന, അല്ലെങ്കിൽ വേണ്ട ഗൈസ്. ഓഫ്ലൈൻ കുറേ നാളായി അവിടെ പോയി എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യും. ഗൈസ്, നമ്മളിതേ സൗത്ത് എത്തി. സൗത്തിൽ നിന്ന് ഇനി അങ്ങോട്ടേക്ക് നടക്കണം മെട്രോയിലേക്ക്. കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. എന്തായാലും ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ ഇപ്പോൾ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനിൻ്റെ തിരക്കാണ് ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഗൈസ് മെട്രോ സ്റ്റേഷൻ എത്തി. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കാം. അത്യാവശ്യം തിരക്കാണെങ്കിൽ ഞാൻ ഗൂഗിൾ പേ മറ്റേത് വഴി ഓൺലൈനായിട്ട് ചെയ്തത്. അത് ഗൈസ് ഇവിടെ നല്ല തിരക്കാണ്. കാണിക്കാം ഗൈസ്, ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഓൺലൈനായിരിക്കും ചെയ്യാൻ പോകുന്നത്. വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് മെട്രോയിൽ കയറിയിട്ട് കാണാം, അല്ല പൊക്കത്തെത്തിയിട്ട് കാണാം. നമ്മൾ മറ്റേ QR കാണിച്ചു കയറാൻ പോവുകയാണ്. നമുക്ക് എസ്കലേറ്ററിൽ കയറാം. എസ്കലേറ്ററിലാണ് ഗൈസ്. സ്റ്റെപ്പ് കയറി നമുക്ക് മെട്രോയിൽ പോവാം. പുറകിലൊക്കെ ആൾക്കാരുണ്ട് ഗൈസ്. മണി 3:15. ഒരു ട്രെയിൻ പോയി ഗൈസ്. ഇനി അടുത്ത ട്രെയിനിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാൻ ഗൈസ്. നമുക്ക് കുറച്ച് മെട്രോ കാഴ്ചകളൊക്കെ കണ്ട് വെയിറ്റ് ചെയ്തിരിക്കാം. വീട്ടിലറിയത്തില്ല ഞാനിപ്പോൾ ലുലുവിൽ പോകുന്ന കാര്യം. എന്തായാലും ബ്ലോഗ് വരുമ്പോഴത്തേക്കും വീട്ടിലറിയും. അപ്പോൾ കിട്ടും ഗൈസ്. ഇന്ന് വീട്ടിൽ നിന്ന് കിട്ടും. കുഴപ്പമൊന്നുമില്ല. ഇതും പറഞ്ഞില്ല. ഇനി അവിടെ ചെത്തിയിട്ട് വേണമെന്ന് വിളിച്ച് പറയാനായിട്ട്. വീട്ടിൽ വിളിച്ച് പറയണം ലുലുവിൽ പോകുമെന്നുള്ളത്. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. 2 വഴി പോവാം. ഇതുവഴിയും പോവാം, ഇതുവഴിയും പോവാം. ഞാനെന്തായാലും ഈ വഴിയാണ് പോകുന്നത്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു മെട്രോ വരും ഗൈസ്. അത് അപ്പുറത്തെ സൈഡെന്ന് വെച്ചാൽ ഇത് ഗൈസ്. അപ്പുറത്തെ സൈഡെന്ന് വെച്ചാൽ തൃപ്പൂണിത്തറയ്ക്ക് പോകുന്ന റൂട്ടാണ്. ഇതാ ഗൈസ് നമ്മുടേത്. എന്തായാലും ഇത് അവിടെ ഒരു ബോർഡ് കണ്ടില്ല ഗൈസ്. 2 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ ട്രെയിൻ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം.
ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഗൈസ്. ഈ ലൈനിനപ്പുറം കിടക്കാൻ പാടില്ല, പിന്നെ ചീത്ത കിട്ടും ഗൈസ്. കണ്ടില്ലേ ഗൈസ്, അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. മെട്രോ ഇപ്പോൾ വരും, 1 മിനിറ്റും കൂടെ ഉള്ളൂ. ഇതേ ഗൈസ്, അവിടുന്ന് മെട്രോ വരുന്നുണ്ട്. ഇതാ മറ്റ് തൃപ്പൂണിത്തുറ സൈഡിലോട്ട് പോകാനുള്ള മെട്രോയാണ്. വൈറ്റില അങ്ങോട്ട് ഹബിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ ട്രെയിൻ ആ പ്ലാറ്റ്ഫോമിലാണ് വെച്ചിരിക്കുന്നത്, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ. മെട്രോ വന്നു. നമ്മുടെ വരാൻ ഇനി 6 മിനിറ്റ് ഉണ്ട്. നമുക്ക് പോകാനുള്ള മെട്രോ ഇപ്പോൾ വരും. വെയിറ്റിംഗ് ആണ് ഗൈസ്. ഗൈസ് വന്നുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട് ഗൈസ്. മെട്രോ വന്നുണ്ട്. നമുക്ക് അടുത്ത് നിൽക്കാം. എന്തായാലും സീറ്റൊന്നും കിട്ടത്തില്ലായിരിക്കും ഗൈസ്. എന്തായാലും ഗൈസ് സീറ്റ് കിട്ടിയില്ല ഗൈസ്. അടുത്തതിന് മഹാരാജാസ് അങ്ങനെ പിന്നെ എന്തായാലും ഇടപ്പള്ളിയിൽ എത്തിയിട്ട് കാണാം ഗൈസ്. സ്റ്റേഡിയം ഇതാണ് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ. അപ്പുറത്തുനിന്നൊരു മെട്രോ വന്നുണ്ട് ബസ്. സ്റ്റേഷനാണ് ഗൈസ് നമുക്ക് ഇറങ്ങേണ്ടത്, ഇടപ്പള്ളി അടുത്ത സ്റ്റേഷൻ. എന്തായാലും അടുത്ത് ഇവിടുന്ന് എടുത്ത് ഇപ്പം പാലാരി ചങ്ങമ്പുഴ പാർക്കണം. എല്ലാവരും നോക്കി ഇറങ്ങിയിട്ട് കാണാം. ഇപ്പം എത്തിയിട്ടുണ്ട് ഗൈസ്, നമുക്കിവിടെ ഇറങ്ങാം.
അവിടെയാണ് ഗൈസ് അമൃത, നമ്മുടെ എയിംസ്. ഈ തിരക്കൊന്ന് കുറയട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഇത് കഴിഞ്ഞ് ഇനി എൻ്റെ ഫ്രണ്ടിനെ വിളിക്കണം ഗൈസ്. ഫ്രണ്ടിൻ്റെ പേര് സ്നേഹ എന്നാണ്. അവളെ വിളിക്കണം, എവിടെയാണെന്ന് ചോദിക്കണം. 1:30 ഓഫീസിൽ നിന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം, ഇവിടെ എത്തിയോ എന്തോന്ന് അറിയത്തില്ല. അങ്ങനെ ലുലുലെത്തി ഗൈസ്. ലുലുലെത്തിയില്ല, മെട്രോ എത്തി ഗൈസ്. എന്തായാലും കണ്ടില്ല ഗൈസ്, ഇതൊരു നല്ലൊരു ആശയമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിയിട്ട് അത്രയും ദൂരം നടക്കേണ്ടി വന്നേനെ. ഇതാണെങ്കിൽ എൻ്റെ അകത്തൂടെ നടക്കാം ഗൈസ്. ഇത് കണ്ടില്ലേ, ഇത് എറണാകുളത്തുനിന്ന് വന്ന വണ്ടി, അത് എറണാകുളത്തേക്ക് പോകുന്ന വണ്ടി. അപ്പുറത്തുനിന്ന് വെച്ചാൽ അപ്പുറത്ത് ആ സൈഡ് അതെന്ന് വെച്ചാൽ നമുക്കിപ്പം എങ്ങോട്ടാണ്, ആലപ്പുഴ, ചേർത്തല, പിന്നെ തിരുവനന്തപുരമൊക്കെ പോകുന്ന റൂട്ടാണ് ആ അടിയിൽ കൂടെ പോകുന്നത്. ഇത് ആലുവയ്ക്ക് പോകുന്ന റൂട്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് നോക്കാം. ഇതാണ് ബസ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരൊക്കെ പോകുന്ന റൂട്ടാണ്. അമൃത അങ്ങോട്ടുള്ള റൂട്ടൊക്കെ അതാണ്. ഈ എന്തായാലും നമുക്ക് ടൈമില്ല, നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് നടക്കാം. ഇപ്പോൾ കഴിച്ചത് എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യണത്. ഇനി ക്യാമറ എടുക്കണം. ക്യാമറ ബാഗിൽ ഇരിപ്പുണ്ട്, അത് എടുത്തിട്ട് ഷൂട്ട് ചെയ്യണം. മെട്രോയുടെ ഒരു ചെറിയ ഒരു സാധനം ദൈ വെച്ചിട്ടുണ്ട്. കൊള്ളാല്ലേ ഗൈസ്. പിന്നെ അവർക്ക് കിട്ടി കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ബുക്കുകളുടെ എന്തോ ഇതാന്ന് തോന്നുന്നു. DC ബുക്സിൻ്റെ എന്തോ ആണ്. പിന്നെ അത് അവിടെ കാർഡിൻ്റെ ഒക്കെ ഉണ്ട് ഗൈസ്. എന്നോട് സൗത്ത് വെച്ച് ചോദിച്ചു കാർഡ് എടുക്കണുണ്ടോയെന്ന്. ചിലപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കുമായിരിക്കും. നോക്കുന്നുണ്ട് ഗൈസ്, അവർ നമ്മൾ നോക്കുന്നുണ്ട്. കാർഡ് എടുക്കണുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും. ഇപ്പം എനിക്ക് ജോലിയില്ല ഗൈസ്, ഇത് പെർമനൻ്റ് അല്ല, ടെമ്പററിക്ക് കാർഡ് കിട്ടത്തില്ല. പെർമനൻറ്റിന് കാർഡ് കിട്ടത്തുള്ളൂ. ഇവിടെയും QR സ്കാൻ ചെയ്യണം ഗൈസ്. QR സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊന്ന് QR സ്കാൻ ചെയ്യട്ടെ. ഗൈസ് വരുമ്പോൾ ഉള്ള എൻട്രൻസ് നമുക്ക് കയറി നോക്കാം. എന്തായാലും ഞാനൊന്ന് ഫ്രണ്ടിനെ വിളിക്കട്ടെ, ഫ്രണ്ടിനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ ഗൈസ്. അല്ലെങ്കിൽ ഞാൻ പിന്നെ അവിടെ പോയിട്ട് ചുമ്മാ പോസ്റ്റായി നിൽക്കേണ്ടി വരും. ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എവിടെ എത്തിയെന്ന്. ഗൈസ് ഞാൻ ഫ്രണ്ടിനെ വിളിച്ചു. ഞാൻ ക്യാമറ എടുത്തതാണ് ഗൈസ്. അപ്പോൾ ഇവർ പറഞ്ഞു ക്യാമറ അലൗഡ് അല്ലെന്ന് പറഞ്ഞു ലുലുവിൽ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് താഴെയൊക്കെ ഇറങ്ങി നോക്കാം. വേറെ പണിയൊന്നുമില്ല. താഴെ ഇറങ്ങേണ്ട ഗൈസ്, നമുക്ക് അപ്പുറത്തൂടെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്തായാലും വേറെ പണിയൊന്നുമില്ല. ഇവിടെ കിഡ്സിൻ്റെ കുറച്ച് ടോയ്സ് സെക്ഷനൊക്കെ ഉണ്ട് ഗൈസ്. ഇതിനകത്ത് കയറാനായിട്ട് പൈസയൊന്നുമില്ല ഗൈസ്. ചുമ്മാ വരിക, കയറുക. ഞാൻ കുറേ നാളായി ഗൈസ് ലുലുവിൽ വന്നിട്ട്. അല്ല, കുറേ നാളല്ല, ഞാൻ മിക്കപ്പോഴും വരാറുണ്ട് ഗൈസ് ലുലുവിൽ. പക്ഷേ ഇതുവരെ ഒരു സെലിബ്രിറ്റീനെ ലുലുവിൽ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് ലുലുവിൽ വന്നപ്പോൾ അതിൻ്റെ സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.
ഗൈസ് നമ്മളപ്പോൾ പൊക്കത്തെ ഫ്ലോർ ഏകദേശമൊക്കെ കണ്ടു. നമ്മളത് കുറച്ച് താഴോട്ട് ഇറങ്ങി പോവാണ്. താഴോട്ടിറങ്ങി പൊക്കത്തെ ഗൈസ് ലുലു കണക്ട് അങ്ങോട്ട് കയറണമെന്നൊക്കെ ഉണ്ട്. പൈസ ഇല്ലാത്തതുകൊണ്ട് കയറിയില്ല. ഇനി ഈ ഫ്ലോറിൽ നമുക്കൊന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ഇവിടെ ഉണ്ട് ഗൈസ് പെട്ടി മേടിക്കണമെന്നൊക്കെ ഉണ്ട്. ബട്ട് മേടിക്കില്ല ഗൈസ്, ഇപ്പോഴേ വേണ്ട. ക്യാഷില്ല ഗൈസ് മേടിക്കാൻ. വേറെ പണിയൊന്നുമില്ല ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നത്. നമ്മൾ റോഡ് വഴിയാണോ അല്ലെങ്കിൽ മറ്റേ വഴിയാണോ അല്ലെങ്കിൽ അതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. അത് എൻട്രിയും അത് അപ്പുറത്ത് എക്സിറ്റുമാണ്. കൊള്ളാം ഗൈസ്, നല്ല തണുപ്പുണ്ട്. ഈ 4 നിലയാണ് ഗൈസ്. ഇത് ഗ്രൗണ്ട് ഫ്ലോർ, ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡിലാണ് ഗൈസ്. ഫുഡ് കോർട്ടൊക്കെ ഹൈപ്പർ മാർക്കറ്റ് വന്ന് താഴെയാണ് ഗൈസ്. സാധാരണ ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെ വല്ല പ്രോഗ്രാമൊക്കെ നടക്കാറുള്ളതാണ്. ഇന്ന് പ്രോഗ്രാംസ് ഒന്നും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ലുലുവിലേക്കുള്ള ഒരു ചെറിയൊരു ട്രാവൽ വ്ലോഗ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിൻ്റെ ഫുഡിൻ്റെ സെക്ഷൻ, നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചെന്നുള്ളത് അവിടെ അടുത്തൊരു വ്ലോഗായിട്ട് വരും. അപ്പം അതുവരെ ബൈ. പിന്നെ പോണതിന് മുമ്പേ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കണേ. പിന്നെ ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.